ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആയുസ്സിൽ ഒരു പുതിയൊരു ദിവസം കൂടെ കാണുവാൻ സഹായിച്ച നമ്മുടെ ജീവൻ്റെ പരിപാലനായിരിക്കുന്ന ദൈവത്തിന് എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും കൊടുക്കുന്നു. ഹല്ലേലൂയ. ഈ രാവിലെ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വചനം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തന്നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തന്നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി തവ മോക്ഷമാർഗം തുറന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തന്നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പാപരോഗത്താൽ ഞാൻ വലഞ്ഞു, തെല്ലും ആശയില്ലാതലഞ്ഞു. പാപരോഗത്താൽ ഞാൻ വലഞ്ഞു, തെല്ലും ആശയില്ലാതലഞ്ഞു. ഭാരം കേണിടുമ്പോൾ തിരുമേനിയതിൽ എൻ്റെ വ്യാധിയെല്ലാം വഹിച്ചു. ഭാരം കേണിടുമ്പോൾ തിരുമേനിയതിൽ എൻ്റെ വ്യാധിയെല്ലാം വഹിച്ചു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തന്നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, പല ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ എൻ്റെ ഭാരമെല്ലാം ചുമന്നു. എന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ എൻ്റെ ഭാരമെല്ലാം ചുമന്നു. എന്നുള്ളമേ സ്തുതിക്ക നീ പരനെ, തന്നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. ആത്മാവിനാലെ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. ആത്മാവിനാലെ നിറച്ചു, ആനന്ദമുള്ളിൽ പകർന്നു. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. പ്രത്യാശ വർദ്ധിപ്പിച്ചു പാലിച്ചിടും തവ സ്നേഹം അതിശയമേ. എന്നുള്ള
ഉള്ളമേ സ്തുതിക്ക നീ പരനെ, തൻ നന്മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. എന്നന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടിപ്പുകഴ്ത്താം. 63 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം. ഈ സങ്കീർത്തനം ഇന്ന് രാവിലെ നമുക്ക് വായിക്കാനൊരു കാരണമുണ്ട്. ഈ സങ്കീർത്തനം എഴുതിയത് ദാവീദായിരുന്നു. ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. അനേകം യുദ്ധങ്ങൾ ജയിച്ച രാജാവ്, അനേകം ശത്രുക്കളെ പോരാടി കീഴടക്കിയ രാജാവ്, ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞ് സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നുമൊക്കെ ആടുകളെ വിടുവിച്ച വളരെ ആരോഗ്യമുള്ള ഒരു ബാലനായ ഒരാട്ടിടയൻ. അതിലുപരി ദൈവസന്നിധിയിൽ നോക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ദാവീദ്, അഭിഷേകമുള്ള ദൈവത്തിൻ്റെ ദാസൻ. ആ ദൈവദാസൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം വരുന്നു. ദാവീദ് രാജാവ് മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. ആ മരുഭൂമിയിൽ ഓടിപ്പോയപ്പോൾ ആ മരുഭൂമിയുടെ മധ്യത്തിൽ പോകുന്ന സമയത്ത് ദാവീദ് ആ ഒരു മല കയറി പോകുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് പോയി, വേദനയോടുകൂടെ പോയി. പോകുന്ന വഴിയിൽ ഒരു ശത്രു കല്ലെറിയുന്നുണ്ട്, മണ്ണ് വാരി എറിയുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, ശപിക്കുന്നുണ്ട്. ആ സമയത്തും വേണമെങ്കിൽ അവനെ നശിപ്പിക്കാമായിരുന്നു. പക്ഷേ പ്രതികാരം ചെയ്യാതെ ദാവീദ് ആ മരുഭൂമിയിൽ ചെന്നിരുന്നപ്പോൾ അവിടെ നിന്നും ദാവീദ് ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രേരിതനായിട്ട് എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഈ 63 സങ്കീർത്തനം. അതിൻ്റെ 1 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം അങ്ങേക്കായി കാംക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയൊരു മരുഭൂമിയിലാണ് ദാവീദ് ഇപ്പം നിൽക്കുന്നത്. ഒരുപക്ഷെ നമ്മളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മരുഭൂമിയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ഈ മരുഭൂമി എന്ന് പറയുന്നത് നമ്മുടെ രോഗങ്ങളാകാം, നമ്മുടെ പ്രശ്നങ്ങളാകാം, നമ്മുടെ പ്രതിസന്ധികളാകാം, ഒരുപക്ഷെ നമ്മുടെ കടമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സമാധാനമില്ലാത്ത അവസ്ഥയോ നമ്മുടെ പരാജയങ്ങളോ, അല്ലെങ്കിൽ ഇന്നും നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെ ഒരു മരുഭൂമിയുടെ മധ്യത്തിൽ ദാവീദ് പറയുവാണ്, ഈ മരുഭൂമിയെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയും. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് എൻ്റെ ജീവിതത്തിലെ മരുഭൂമിയെ ഞാൻ അതിജീവിക്കും. ആ മരുഭൂമിയെ അതിജീവിക്കാൻ ദാവീദ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിലൂടെ പറഞ്ഞൊരു കാര്യമാണ് ദൈവത്തെ അന്വേഷിക്കുക. ദാവീദ് പറഞ്ഞു, ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം. ഇത്രയും പ്രശ്നങ്ങൾ വന്നു, പ്രതികൂലങ്ങൾ വന്നു, രാജധാനിയിൽ നിന്നൊക്കെ ഓടിപ്പോകേണ്ടതായിട്ട് വന്നു, മക്കളെല്ലാം എതിരായി, ഒരുപാട് പ്രശ്നങ്ങളായി. എങ്കിലും ദാവീദ് പറയുവാണ്, ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം. പ്രിയമുള്ളവർ, ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിലും ഈ ദൈവം നമ്മുടെ ദൈവമെന്ന് പറയുന്നത്, അത് നമുക്ക് തരുന്ന ഒരു ധൈര്യമുണ്ട്. സകലത്തെയും സൃഷ്ടിച്ച, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന രാജാതിരാജാവായ, കർത്താവായ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ആ ദൈവമായിട്ട് നമ്മുടെ ഒരു അടുപ്പം എത്രത്തോളമാണ്. ദാവീദ് അതാ പറയുന്നത്, എന്തൊക്കെ വന്നോട്ടെ ദൈവമേ, അങ്ങൻ്റെ ദൈവം. എന്നിട്ട് ദാവീദ് പറയുന്നു, വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ഈ ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു. ആ മരുഭൂമിയുടെ മധ്യത്തിലിരിക്കുമ്പോൾ ദാവീദ് വലിയ സുഖ സൗകര്യങ്ങളല്ല ദാവീദ് ആഗ്രഹിച്ചത്. കർത്താവേ, ഞാൻ അങ്ങേ ആഗ്രഹിക്കുന്നു. ദൈവത്തെ ആഗ്രഹിക്കുവാൻ ദാവീദ് തീരുമാനിച്ചു. ദാവീദിനറിയാം ഈ പ്രതിസന്ധിയിൽ എങ്ങനെ മുമ്പിലോട്ട് പോകും, ഈ പ്രതിസന്ധി എങ്ങനെ അതിജീവിക്കും. അതിനൊരേ ഒരു മറുപടി മാത്രമേ ഉള്ളൂ. ആ മറുപടി ദാവീദിനറിയാം, ദൈവത്തെ അന്വേഷിക്കുന്നതിലൂടെ. വളരെ പ്രതിസന്ധികളാണ് ഈ മരുഭൂമിയിൽ. എന്നാൽ മരുഭൂമിയുടെ മധ്യത്തിലും നമ്മൾ അന്വേഷിച്ച് പോയാൽ നമ്മൾ കണ്ടെത്തുന്ന ഒരാശ്വാസ സ്ഥലമുണ്ട്.
ആ നീരുറവ കാണുമ്പോൾ എന്തൊരാശ്വാസമായിരിക്കും മരുഭൂമിയിൽ. ഇതുപോലെ ഏത് വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മൾ നമ്മുടെ ദൈവത്തിൽ ആശ്വാസം നമ്മൾ കണ്ടെത്തണം. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ആ ഒരു ശക്തിയും ദൈവം നമുക്ക് തരുന്ന ഒരു ഉറപ്പും അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ മരുഭൂമിയെ അതിജീവിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് നമ്മൾ അതിജീവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളോ നമ്മുടെ ആവശ്യങ്ങളോ നമ്മുടെ പ്രതിസന്ധികളോ നമ്മുടെ ടെൻഷനോ ഒന്നും നോക്കണ്ട. ജസ്റ്റ് ഫോക്കസ് ഓൺ ഗോഡ്. നമ്മുടെ ഫോക്കസ് ദൈവത്തിലായിരിക്കട്ടെ. മറ്റൊന്നിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. മറ്റ് പ്രശ്നങ്ങളൊന്നും നോക്കി നമ്മൾ ആകുലപ്പെടണ്ട. ദാവീദ് പറഞ്ഞ പോലെ, ദൈവമേ, ഞാൻ അങ്ങേ നോക്കുന്നു, ഞാൻ അങ്ങേ അന്വേഷിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ ശക്തിയുണ്ട്. പറഞ്ഞ് വെറുതെ ഇരിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് മാറാം. സ്തുതി പോലൊരായുധം മറ്റൊന്നുമില്ല. സ്തുതി എന്നുള്ള വലിയ ആയുധം, അല്ലെങ്കിൽ സ്തോത്രത്തെക്കാളും വലിയൊരു യാഗം ഇല്ല. അതുകൊണ്ട് ഈ രാവിലെ നമ്മളതാണ് പാട്ടുപാടി സ്തുതി അർപ്പിച്ചത്, സ്തോത്രം പറഞ്ഞ ദൈവത്തിന്. ഒരു പുതിയ ദിവസം കാണുവാൻ ദൈവം സഹായിച്ചു. ഈ ദൈവത്തെ സ്തോത്രത്തോടുകൂടെ സ്തുതിയോടുകൂടെ നമുക്ക് ആരാധിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. നമ്മുടെ യാത്രയിൽ ദൈവം കൂടെയുണ്ട്, നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരിക്കും. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ട് മാറാം. ഒരിക്കൽ കൂടെ ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 63 അതിൻ്റെ 1-ാം വാക്യം. ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ അങ്ങേ അന്വേഷിക്കും. അതാണ് നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ് ആദ്യം ദൈവത്തെ അന്വേഷിക്കുകയാണ്. നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണം, ഞാൻ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ഞാൻ പറയണം, അതെനിക്ക് അറിയിച്ചു തരണമേ. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം അങ്ങേക്കായി കാംക്ഷിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസ്സിൽ ഇതുവരെ കാണാത്തൊരു ദിവസം കൂടെ കാണുവാൻ, അനുഭവിക്കുവാൻ അങ്ങ് ഞങ്ങളെ കൃപയാൽ സഹായിച്ചുള്ളതിനായി സ്തോത്രം. ദൈവമേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മരുഭൂമിയുടെ അവസ്ഥയിൽ കർത്താവെ അങ്ങേ അന്വേഷിക്കുമ്പോൾ കർത്താവെ അങ്ങിൽ നിന്നും ശക്തി പുറപ്പെടും എന്ന് ഞങ്ങൾക്കറിയാം. ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് കർത്താവെ അധികമായിട്ട് ഓടുവാൻ, വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ, ഏത് പ്രതിസന്ധി വന്നിരുന്നാലും ആ മരുഭൂമിയിൽ കർത്താവെ അങ്ങ് ഞങ്ങളെ ഒറ്റയ്ക്ക് വിടുന്ന ഒരു ദൈവമല്ല. അവിടെയും ഞങ്ങൾ വിളിച്ചു പറയുന്നു, അപ്പാ, അങ്ങാണ് ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങേ ഞങ്ങൾ തേടുന്നു. അപ്പാ, ദൈവം ഇന്നത്തെ ദിവസത്തിലെ ഓരോ കാര്യങ്ങളും കൂടിയിരിക്കണമേ. ഞങ്ങളുടെ യാത്രകളിലൊക്കെ കൂടിയിരിക്കണമേ. ആപത്തുകളോ അനർത്ഥങ്ങളോ രോഗങ്ങളോ വരാതെ വണ്ണം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയൊക്കെ അങ്ങ് കാത്തു പരിപാലിക്കണമേ. കർത്താവ്, ഇന്ന് ഞങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് കർത്താവെ അങ്ങ് ഞങ്ങളെ ഉപദേശിച്ച് തരണമേ. ഇന്ന് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദുഷ്ടൻ്റെ പദ്ധതികൾ നടക്കാതെ വണ്ണം അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. അങ്ങയുടെ ഇഷ്ടങ്ങൾ മാത്രം ചെയ്യുവാനും സംസാരിക്കുവാനും ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, വൈകുന്നേരം കർത്താവ് വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് ആരാധിക്കുവാനും സ്തുതിക്കുവാനും അങ്ങ് അവസരത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം എല്ലാവരെയും നടത്തട്ടെ. മരുഭൂമിയുടെ മധ്യത്തിലും ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ധൈര്യമായിരിക്കുക. ഗോഡ് ബ്ലെസ് യു.